വീണ്ടും മലയാളത്തിൽ ബിഗ് ബോസ് തരംഗം തുടങ്ങിയിരിക്കുകയാണ്. ടെലിവിഷൻ പ്രേക്ഷകർ ഏറെ കാലമായി കാത്തിരുന്ന ബിഗ് ബോസ് മലയാളത്തിന്റെ 6ാം സീസണാണ് കഴിഞ്ഞ ദിവസം മുതൽ സംപ്രേക്ഷണം ആരംഭിച്ചത്. ഇത്തവണയും നടൻ മോഹൻലാൽ തന്നെ അവതാരകനായി എത്തുന്ന പരിപാടിയിലെ മത്സരാർത്ഥികൾ പുതിയ അംഗത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ബിഗ് ബോസ് വരുമെന്ന് പ്രഖ്യാപിച്ചതു മുതൽ പ്രെഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ഷോയിലുണ്ട്. ഇവർക്ക് പുറമെ കോമണേഴ്സ് അടക്കം 19 മത്സരാർത്ഥികളാണ് ഇത്തവണ ബിഗ് ബോസ് ഷോയിലേക്ക് വന്നിരിക്കുന്നത്. 4 കിടപ്പുമുറികളടക്കം ഫോർമാറ്റിൽ തന്നെ വലിയ മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, മത്സരാർത്ഥികൾ എല്ലാവരും യുവാക്കളാണെന്നുള്ള പ്രത്യേകതയും ഈ സീസണിനുണ്ട്. താരങ്ങളുടെ മുഴുവൻ ലിസ്റ്റ് ഇതാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്ന കൊച്ചി സ്വദേശി റസ്മിൻ ബായ്, ട്രാവൽ ഫ്രീക്കായ നിഷാന എന്നിവരാണ് ഈ സീസണിലെ കോമണർ മത്സരാർത്ഥികൾ. നടി അൻസിബ ഹസൻ. ഇത്തവണ ബിഗ് ബോസിലേക്ക് എത്തിയവരിൽ ശ്രദ്ധേയരായവരിൽ ഒരാൾ അൻസിബയാണ്. ആദ്യ മത്സരാർത്ഥിയായാണ് അൻസിബ എത്തിയത്. മുൻ സീസണുകളിലും അൻസിബയുടെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ദൃശ്യം സിനിമയിൽ മോഹൻലാലിന്റെ മകളുടെ വേഷത്തിലെത്തി ശ്രദ്ധേയയായ നടിയാണ് അൻസിബ. ജിൻഡോ. എറണാകുളം കാലടി സ്വദേശിയായ ജിൻഡോയാണ് ബിഗ് ബോസിലെ 2ാമത്തെ മത്സരാർത്ഥി. ഈ സീസണിലെ സെലിബ്രിറ്റി ഫിറ്റ്നസ് ഗുരുവാണ് ജിൻഡോ. യമുന റാണി. സീരിയലിലും സിനിമയിലും ഒരുപോലെ തിളങ്ങി നിന്നിട്ടുള്ള നടി യമുന റാണിയും ഇത്തവണ ബിഗ് ബോസിൽ മാറ്റുരയ്ക്കാൻ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടി 2ാമതും വിവാഹിതയായതിനു പിന്നാലെയാണ് യമുനയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ചർച്ചയായത്. ഋഷി എസ് കുമാർ. ഉപ്പും മുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഋഷി എസ് കുമാർ. മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഋഷിയുടെ പേര് പ്രെഡിക്ഷൻ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ജാസ്മിൻ ജാഫർ. സോഷ്യൽ മീഡിയയിലൂടെ സുപരിചിതയായ താരമാണ് ജാസ്മിൻ ജാഫർ. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം വ്ലോഗുകളിലൂടെയാണ് ജാസ്മിൻ ശ്രദ്ധ നേടുന്നത്. പിന്നാലെ കുക്ക് വിത്ത് കോമഡി എന്ന ടെലിവിഷൻ പരിപാടിയിലും ജാസ്മിൻ സാന്നിധ്യം അറിയിച്ചിരുന്നു. സിജോ ജോൺ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്ലോഗറായ സിജോ ജോണും ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ സ്വദേശിയാണ് സിജോ. ശ്രീതു കൃഷ്ണ. അമ്മയറിയാതെ സീരിയലിലെ അലീന പീറ്റർ എന്ന നായിക വേഷം അവതരിപ്പിച്ച് ശ്രദ്ധേയയായ നടിയാണ് ശ്രീതു. ജാൻമണി. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇത്തവണ ജാൻമണിയാണ് ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നത്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ജാൻമണി. രതീഷ് കുമാർ. പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്ത് ബിഗ് ബോസിൽ കളം പിടിക്കാൻ എത്തിയിരിക്കുകയാണ് രതീഷ് കുമാർ. ശ്രീരേഖ. മിന്നുകിട്ട് സീരിയലിലൂടെ ശ്രദ്ധേയയായ നടിയാണ് ശ്രീരേഖ. വെയിൽ എന്ന സിനിമയിൽ ഷെയ്ൻ നിഗത്തിന്റെ അമ്മയായി അഭിനയിച്ചും ശ്രീരേഖ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അസി റോക്കി. 2 കഥാപാത്രം തനിക്കുണ്ടെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് അസി റോക്കി. ബിസിനസ്സുകാരനായ റോക്കി ടച്ച് ഓഫ് ഇങ്ക് ടാറ്റു എന്ന സ്കൂളിലെ മാനേജിംഗ് ഡയറക്ടറാണ്. കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ, റൈഡർ എന്നീ നിലകളിലും അറിയപ്പെടുന്ന അസി വാർത്തകളിൽ ഇടം നേടിയത് മുൻ ബിഗ് ബോസ് താരവും നടിയുമായി അനു ജോസഫുമായുള്ള സൗഹൃദത്തിലൂടെയാണ്. അപ്സര രത്നാകരൻ. സാന്ത്വനം സീരിയലിലെ ജയന്തി എന്ന വില്ലത്തി വേഷത്തിലൂടെ ശ്രദ്ധേയയായ നടിയാണ് അപ്സര ആൽബി. സീരിയലിൽ സജീവമായി നിൽക്കുന്നതിനിടെയാണ് അപ്സരയുടെ 2ാം വിവാഹം. ഈ വിശേഷങ്ങളാണ് നടിയെ വീണ്ടും വാർത്തകളിൽ നിറച്ചത്. ഗബ്രി ജോസ്. കമലിന്റെ സംവിധാനത്തിലെത്തിയ പ്രണയമീനുകളുടെ കടൽ എന്ന ചിത്രത്തിലൂടെ നായകനായ അരങ്ങേറ്റം കുറിച്ച നടനാണ് ഗബ്രി. നോറ മുസ്കാൻ. കോഴിക്കോട് സ്വദേശിയായ നോറ മുസ്കാൻ ഡിജിറ്റൽ ക്രിയേറ്ററാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ട്രാവലർ, മോഡലിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ തിളങ്ങിയ ആളാണ് നോറ. അർജുൻ ശ്യാം ഗോപൻ. മോഡലിംഗ്, ബോഡി ബിൽഡിംഗ് തുടങ്ങിയ രംഗങ്ങളിൽ നിന്ന് ബിഗ് ബോസിലേക്ക് എത്തിയ താരമാണ് അർജുൻ ശ്യാം ഗോപൻ. സുരേഷ് മേനോൻ. സിനിമാ മേഖലയിൽ നിന്നും ഇത്തവണ എത്തിയ താരമാണ് സുരേഷ് മേനോൻ. മോഹൻലാലിനൊപ്പം ഭ്രമരം എന്ന ചിത്രത്തിൽ അഭിനയിച്ചാണ് സുരേഷ് മലയാളികളുടെ ശ്രദ്ധ നേടിയെടുക്കുന്നത്. ശരണ്യ ആനന്ദ്. വീണ്ടും സീരിയൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടി ശരണ്യ ആനന്ദും ബിഗ് ബോസിലേക്ക് വന്നിരിക്കുകയാണ്.
കുടുംബവിളക്ക് സീരിയലിലെ വില്ലത്തി വേഷം അവതരിപ്പിച്ച ശ്രദ്ധേയയായ നടിയാണ് ശരണ്യ. സിനിമ, സീരിയൽ, മോഡലിംഗ് തുടങ്ങി പല മേഖലകളിൽ നിന്നായി 18ഓളം മത്സരാർത്ഥികളാണ് ഇത്തവണ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ അടക്കം മറ്റു മേഖലകളിൽ നിന്നായി 19 മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. തുടക്കം മുതൽ തമ്മിൽ തല്ലിയാണ് ബിഗ് ബോസിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനി ബിഗ് ബോസിൽ എന്ത് നടക്കുമെന്നത് കണ്ടറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ.